ദൈവത്തിൻ്റെ മഹത്വം. ഇരിക്കുന്നവനും ഇരുന്നവനും വരുവാനിരിക്കുന്നവനുമായ യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എല്ലാ പ്രേക്ഷകർക്കും ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നൊരു പുതിയ യൂട്യൂബ് എളിയവനെ ആരംഭിക്കുകയാണ്. ഇതിൻ്റെ പേര് ജെറുസലേം മിഷൻ എന്നാകുന്നു. ജെറുസലേം പബ്ലിക്കേഷൻ്റെ ഭാഗമായി ആദ്യമേ തന്നെയുള്ള ജെറുസലേം മിഷനിലേക്ക് ഇന്നൊരു പുതിയ വിഷയം ബഹുമാന്യരായിട്ടുള്ള സ്നേഹനിധികളായിട്ടുള്ള നിങ്ങളുടെ ഇടയിലേക്ക് ഞാൻ അവതരിപ്പിക്കുകയാണ്. ലോകരക്ഷിതാവായിട്ടുള്ള ദൈവപുത്രനായിട്ടുള്ള കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച്, അതെ, യേശു ആര് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. വിശുദ്ധ ബൈബിളിനെ സംബന്ധിച്ചിടത്തോളം 4 വിധ തുടക്കങ്ങളെക്കുറിച്ച്, അഥവാ ആദി, ബിഗിനിങ്സ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നതാണ്. സദൃശവാക്യം 8-ാം അധ്യായം അതിൻ്റെ 22 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, യഹോവ പണ്ട് തൻ്റെ വഴിയുടെ ആദ്യമായി തങ്ങളുടെ പ്രവൃത്തികളുടെ ആരംഭത്തിൽ എന്നെ ഉളവാക്കി. ഞാൻ ആദിയിൽ ഭൂമിയുടെ ഉൽപ്പത്തിക്ക് മുമ്പേ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ആദിയിൽ, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം വായിക്കുമ്പോഴും, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഈ 5 വാക്യങ്ങൾ എന്നത് അത്യന്താധുനിക ഭൗതിക ശാസ്ത്രം ആകുന്നു. ഈ 5 വാക്കുകൾ നിമിത്തമായി, അഥവാ ഉൽപ്പത്തി 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം നിമിത്തമായി, ലോകപ്രശസ്തനായിട്ടുള്ള ഒരു ഭൗതിക ശാസ്ത്രജ്ഞൻ ദൈവവിശ്വാസിയെ തീരുവാൻ ഇടയായി തീർന്നു. സ്ഥലം, കാലം, ദ്രവ്യം, സമയം, ഊർജം, അത് എനർജി ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ കാണിക്കുന്നു. ആദിയിൽ ഞാൻ ഭൂമിയുടെ ഉൽപ്പത്തിക്ക് മുമ്പേ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ഈ ദൈവം ആരാകും? ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവം എന്ന് പറയുന്നത് ആരാകും? ഈ ദൈവത്തെക്കുറിച്ച് നമുക്കറിയാം. ദൈവം ഒന്നാമതായി സർവശക്തനാകുന്നു, പ്രിയമുള്ളവരെ. രണ്ടാമതായി സർവജ്ഞാനിയാകുന്നു. മൂന്നാമതായി സർവവ്യാപിയാകുന്നു, എല്ലായിടവും വ്യാപിരിക്കുന്നു. സർവശക്തി എന്ന് പറഞ്ഞാൽ അതേ, ആ ശക്തി നിർവചിക്കാനാവത്തില്ല, അതിൻ്റെ അളവ് നിശ്ചയിക്കാൻ ഒക്കുകയില്ല. സർവശക്തനായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനപ്പുറം ഒരു ശക്തിയില്ല. ഇവിടെ ചിന്തിക്കുമ്പോൾ ദൈവം പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവെന്ന നിലയിലെ 3 വ്യക്തിത്വങ്ങളിൽ ഏകത്വമായി പരിരസിക്കും കാലം. കാണപ്പെടുന്നതോ കാണപ്പെടാത്തതായിട്ടുള്ള യാതൊരു പ്രപഞ്ചങ്ങളോ വസ്തുവകകളോ ഒന്നും, അതേ, ദൃശ്യമായോ അദൃശ്യമായോ ഒന്നുമില്ലാതിരിക്കെ ദൈവം മാത്രം അനാദികാലത്ത് പരിരസിച്ചിരിക്കെ ദൈവം തൻ്റെ പ്രവൃത്തി ആരംഭിക്കുകയാണ്. ദൈവം പ്രവൃത്തി ആരംഭിക്കുമ്പോൾ നാം ചിന്തിച്ചു, സർവശക്തനായിട്ടുള്ള ദൈവത്തിന് തൻ്റെ മുഴുവൻ ശക്തിയും എടുക്കേണ്ട ആവശ്യമില്ല ഒരു പ്രവൃത്തി ചെയ്യുവാൻ. അഥവാ സർവശക്തിയും എടുത്ത് താൻ ഒരു വേല ചെയ്തുവെങ്കിൽ തൻ്റെ ശക്തി അവിടെ കൊണ്ട് തീർന്നു. അഥവാ താൻ ചെയ്ത പ്രവൃത്തികൾ സമം ദൈവം എന്നെഴുതിയാൽ അതൊരു തുല്യമായിരിക്കും. എന്നാൽ സർവശക്തനായ ദൈവത്തിന്, സർവജ്ഞാനിയായ ദൈവത്തിന്, സർവവ്യാപിയായ ദൈവത്തിന് തൻ്റെ മുഴുവൻ പ്രഭാവങ്ങളും എടുക്കാതെ തന്നെ അവിടുന്ന് പ്രവർത്തിക്കുവാൻ കഴിയുന്നവനാണ്. ആയതിനാൽ യഹോവ പണ്ടേ തൻ്റെ വഴിയുടെ ആരംഭമായി തൻ്റെ പ്രവൃത്തികളുടെ ആദ്യമായി എന്നെ ഉളവാക്കി. യഹോവയുടെ വലങ്കരമായതാ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ത്രിയേകതയുമായിരിക്കെ പ്രവൃത്തികൾക്ക് വേണ്ടി യേശു തമ്പുരാൻ, പുത്രനാകുന്ന ദൈവത്തിൻ്റെ ആ വലിയ അവസ്ഥയിൽ നിന്ന്, സമത്വത്തിൽ നിന്നും അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ നെഞ്ചോട് ചാരിയ പ്രിയ ശിഷ്യനായിട്ടുള്ള യോഹന്നാൻ പറയുന്നു,
ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പം ദൈവമായിരുന്നവൻ, ദൈവത്തോടുകൂടി ആയിരുന്നവന് ഇതാ സകലതോൻ മുഖാന്തരം ഉളവാക്കുവാൻ വേണ്ടി പിതാവിൻ്റെ വലങ്കരമായി പ്രവൃത്തികൾക്ക് വേണ്ടി ആ വലിയ ദൈവിക അവസ്ഥയിൽ നിന്നും താൻ അല്പം താഴുകയാണ്. യേശുവിൻ്റെ ഒന്നാമത്തെ ജനനമാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. ഞാൻ ആദിയിൽ ഭൂമിയുടെ ഉൽപ്പത്തിക്ക് മുമ്പേ നിയമിക്കപ്പെട്ടിരിക്കുന്നു, ആഴങ്ങൾ ഇല്ലാതിരുന്നപ്പോൾ ഞാൻ ജനിച്ചിരിക്കുന്നു. യേശുവിൻ്റെ ഒന്നാം ജനനം സദൃശവാക്യം 8-ാം അധ്യായത്തിൽ കാണുന്നു. ഒന്നാമത് ആഴങ്ങൾ ഇല്ലാതിരുന്നപ്പോൾ ഞാൻ ജനിച്ചിരിക്കുന്നു. ആഴങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താകുന്നു? ഏറ്റവും വലിയ പർവ്വതമായിട്ടുള്ള ഭൂമിയിലെ എവറസ്റ്റ് കൊടുമുടിയെ മുക്കാൻ കഴിയുന്ന പസഫിക് മഹാസമുദ്രത്തിലെ മറിയാന ട്രഞ്ചാണോ ആഴം? ആഴം പറയാൻ എന്താ? സൈബീരിയയിൽ റഷ്യ കുഴിച്ചുവെങ്കിൽ അതിൻ്റെ അതാണോ ആഴങ്ങൾ? അല്ല. നമുക്കറിയാം, ഉയരങ്ങളിലേക്ക് പോയി കഴിയുമ്പോൾ, സ്പേസിലേക്ക് ചെന്ന് കഴിയുമ്പോൾ നാനാവിധ ഭാഗങ്ങളിലേക്കും പടർന്ന് കിടക്കുന്ന കണ്ണെത്താനാവാത്ത ഒരു ബാഹ്യാകാശ സഞ്ചാരിക്കും വാഹനത്തിന് ചെന്നെത്താനാവാത്ത, പരിധി നിശ്ചയിക്കാനാവാത്ത, വീണ്ടും വീണ്ടും അകന്നകന്ന് കാണപ്പെടുന്ന ആഴങ്ങൾ ഇതില്ലായിരുന്നപ്പോൾ ജനിച്ചിരിക്കുന്നു. 1500 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഭൂമി ഉണ്ടാകും മുമ്പേ അഥവാ സകലവിധ പ്രപഞ്ച ദ്രവ്യങ്ങൾ ഒരു കോസ്മിക് എഗ്ഗായി ഒന്നായിരിക്കെ സാന്ദ്രതയിലെ അഥവാ എനർജി അത് എവിടെ നിന്നുണ്ടായി പൊട്ടിത്തെറിക്കുവാൻ മഹാസ്ഫോടനം തന്നെ തിരുത്തി കുറിക്കപ്പെടുന്നത് പറയുന്ന ഈ അത്യന്താണിയ കാലഘട്ടത്തിലെ കണ്ടുപിടുത്തങ്ങളുടെ ഇടയിലെ അതെ എങ്കിലും ഒരു അപരസാന്നിധ്യം, ആർക്കും നിർവഹിക്കാനാവാത്ത, കണ്ടുപിടിക്കാൻ കഴിയാത്ത, ബുദ്ധിക്ക് തെളിവായി വരാത്ത, മനുഷ്യബുദ്ധിയുടെ ആന്തോളനങ്ങൾ കടന്നു വരുവാൻ സാധിക്കാത്ത, മെഷർമെൻറ്റ് ചെയ്യാനാവാത്ത ഒരു ശക്തി, എനർജി, ദൈവം അതേ മഹാസ്ഫോടനം ഉണ്ടായെങ്കിൽ ഇനി അതല്ല അതിനെ മാറ്റിമറിച്ചുകൊണ്ട് മറ്റൊരു പ്രവർത്തനം നടന്നുവെങ്കിൽ എല്ലാത്തിനും തുടക്കം, ആ തുടക്കം ഇതാ ആഴങ്ങളിലായപ്പോൾ ഞാൻ ജനിച്ചിരിക്കുന്നു, ഭൂമിയുടെ ഉൽപ്പത്തിക്ക് മുമ്പേ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ഭൂമി ഉണ്ടാകും മുമ്പേ നിയമിക്കപ്പെട്ടു ഒരാൾ എന്ന് പറഞ്ഞാൽ ഒരു ദൗത്യത്തിനുണ്ട്, മിഷന് വേണ്ടി നമ്മൾ ഒരാളെ നിയമിക്കുന്നു. ആ ആളാണ് ഒരു എഞ്ചിനീയർ. അദ്ദേഹം ഒരു മഹാസൗധം പടുത്തുയർത്തി പറയുമ്പോൾ ഇന്നടത്തെ അച്ചാനെ, ഇന്ന സാറ്, ഇന്ന ബോസ് ഒരു പട്ടണം പടുത്തിരിക്കുന്നു, പണിയാരാണ്. അപ്പം ഇതുപോലെ നിയമിക്കപ്പെട്ട ആളാണ് ചെയ്യുന്നത്. യഹോവ ഉണ്ടാകട്ടെ എന്ന് പറയുന്നത് മാത്രമേ. അവൻ വചനം അയച്ച് അവയെ സൃഷ്ടിക്കുന്നു. വചനം ലോഗോസ്. അതേസമയം ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചിട്ടുന്നു. തൻ്റെ മൂക്കിലെ ശ്വാസത്താൽ സകലത്തെയും ഉളവാക്കി. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും ഇവിടെ കാണുകയാണ്. ഹല്ലേലൂയ നമുക്ക് കാണുവാൻ കഴിയുന്നത് അവൻ ഭൂമിയുടെ തുകയെ ഉണ്ടാക്കിയിട്ടില്ലാത്ത സമയത്ത് തന്നെ. ഭൂമിയുടെ തുകയെന്ന് പറയുമ്പോൾ അന്ന് ഇന്നും ലോകമുണ്ടായ കാലം മുതൽ എങ്ങനെയൊക്കെ പാറകൾ പൊടിച്ച കുന്നുകൾ, പർവ്വതങ്ങൾ മെതിച്ച്, മെതിവണ്ടികൾ കയറിയിറങ്ങി, സ്ഫോടനങ്ങൾ നടത്തി, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിരുന്നാലും പൊടിക്കൊരു തുകയുണ്ട്. അതിനെ പല രൂപത്തിൽ വരുന്നു. വെള്ളം, സർവത്ര വെള്ളം 3 ഭാഗങ്ങളായി, അഥവാ 3 അവസ്ഥകളെ, ഖരം, ദ്രാവകം, വായു. പക്ഷെ വെള്ളം പണ്ടത്തെ അളവ് തന്നെ, പൊടിയുക തന്നെ. അതാണ് ഭൂമിയുടെ തുക ഉണ്ടാക്കിയിട്ടില്ലാത്ത സമയത്ത് തന്നെ. അപ്പോൾ ഞാൻ അവൻ്റെ അടുക്കൽ ഭൂമിക്ക് വൃത്തം വരച്ചപ്പോൾ ഞാൻ അവൻ്റെ അടുക്കൽ ശില്പിയായിരുന്നു. ഭൂമി ഉരുണ്ടതാണെന്ന് അവിടെ സ്പഷ്ടമാവുകയാണ് ചെയ്യുന്നത്. ഭൂമിയുടെ ഉപരിഭാഗത്ത് വൃത്തം വെച്ചോ ഞാൻ ശില്പിയായിരുന്നു. അതെ, നമ്മുടെ യേശു സ്രഷ്ടാവാണ്. സത്യം ഗ്രഹിക്കുക. യേശുവിന് 1-ാം ജനനമാകുന്നു. ഹല്ലേലൂയ ഈ കാണപ്പെട്ടത്. യേശുവിൻ്റെ 2-ാമത്തെ ജനനമുണ്ട്. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ വായിച്ചു വന്നപ്പോൾ തന്നെ ഈ 1-ാം ജനനത്തിൽ പർവ്വതങ്ങൾ, കുന്നുകളെല്ലാം ഉണ്ട്. പർവ്വതങ്ങൾ, കുന്നുകളെ ചേട്ടി പറയാം, ഞങ്ങളുടെ ദൈവം എപ്പോഴുണ്ടായി? നിങ്ങളുടെ ദൈവം ഇപ്പോഴല്ലേ ഉണ്ടായത്? എന്നാലേ സംഹാരങ്ങൾ നിലകൊള്ളുന്നതായിട്ടുള്ള ആ ദൈവങ്ങൾ പർവ്വതങ്ങളിലെ ആവാസം ചെയ്തുകൊണ്ട് ഒരു കണ്ണ് തുറന്നുകൊണ്ട് ഇതിനെ പ്രക്ഷുബ്ധമായിക്കൊണ്ട് പിന്നെ ഒരു മനു ജനിക്കുന്നു. വീണ്ടും ഇതിനെല്ലാം പ്രഹളിതമാക്കി അവസാനിപ്പിച്ചുകൊണ്ട് വീണ്ടും. എന്നാൽ ആ ദൈവങ്ങൾ ഇരുന്ന് ആടുന്ന പർവ്വതം ഉണ്ടാക്കിയത് യേശുവാണെന്ന്. അപ്പോൾ യേശു അവൻ സകലത്തിന് മുമ്പേ ഉള്ളത്, അവൻ്റെ ഉത്ഭവം പണ്ടേയുള്ളത്. മീഖ 5:2 പറയുന്നു യേശു പണ്ടേയുള്ള ദൈവമാണ്, പണ്ടേയുള്ളവനാണ്, സൃഷ്ടിക്കാൻ വേണ്ടി താഴ്ച സ്വീകരിച്ചു. 1-ാം ജനനം. പ്രിയമുള്ളവരെ, നമ്മൾ യേശുവിനെ നന്നായി അറിയുക. അതിനുവേണ്ടി നമുക്ക് കർത്താവിൻ്റെ പാദപ്രത്തിൽ ഇരിക്കാം, യേശുവിനെ പഠിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നന്ദി.